ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിക് തോട്ട് എന്നുള്ള സബ്ജക്റ്റിൽ നിന്നിട്ടും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നോക്കുന്നത് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫ്രാങ്കോസ് ക്വസ്നെ എന്ന ഭാഗമാണ്. ഫ്രാങ്കോസ് ക്വസ്നെ വാസ് എ ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആൻഡ് ഫിസിഷ്യൻ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിയോക്രാറ്റിക് സ്കൂൾസ് ഓഫ് എക്കണോമിക്സ്. ഇവിടെ 5 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഫ്രാങ്കോസ് ക്വസ്നെയെക്കുറിച്ച് ഒരു 2 ലൈൻ എഴുതിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ടാബ്ലോ എക്കണോമിക്, ഫിസിയോക്രസി, കൺസെപ്റ്റ്സ് ഓഫ് എക്കണോമിക് സർപ്ലസ്, ക്രിട്ടിക് ഓഫ് മെർക്കൻറ്റലിസം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഒരു 2-3 ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ക്വസ്നേസ് ഐഡിയാസ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ലേറ്റർ എക്കണോമിസ്റ്റ് ഇൻക്ലൂഡിംഗ് ആഡം സ്മിത്ത് ആൻഡ് കാർൾ മാർക്സ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് കിട്ടുന്നതാണ്. ഈ ടോപ്പിക്ക് അതുപോലെ തന്നെ ഫിസിയോക്രസി തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൽ നിന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇക്കണോമിക് ഐഡിയാസ് ഓഫ് മാർക്സിസം. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലൈനിലായിട്ട് മാർക്സിസം ഈസ് ആൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ തിയറി ഡെവലപ്ഡ് ബൈ കാർൾ മാർക്സ് എന്ന് എഴുതിയതിന് ശേഷം ക്ലാസ് സ്ട്രഗിൾ, എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയനേഷൻ, കമ്മ്യൂണിസം തുടങ്ങിയിട്ടുള്ള മാർക്സിസ്റ്റ് ഇക്കണോമിക് ഐഡിയോളജീസിനെ കുറിച്ച് ഒരു 3 or 4 ലൈൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കിതിന് 5 മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇക്കണോമിക് ഐഡിയാസ് ഓഫ് MK ഗാന്ധി. മഹാത്മാഗാന്ധീസ് ഇക്കണോമിക് ഐഡിയാസ് ഫോക്കസ്ഡ് ഓൺ എന്ന് തുടങ്ങിയതിന് ശേഷം സെൽഫ് സഫിഷ്യൻസി, സിമ്പിൾ ലിവിങ്, സ്വദേശി, നോൺ എക്സ്പ്ലോയിറ്റേഷൻ, ഇക്വാലിറ്റി തുടങ്ങിയ മഹാത്മാഗാന്ധിൻ്റെ ഐഡിയോളജീസ് ഒരു 2 or 3 ലൈൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഹിസ് ഐഡിയാസ് വെർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഫിലോസഫി ഓഫ് ട്രൂത്ത്, നോൺ വയലൻസ് ആൻഡ് സിംപ്ലിസിറ്റി എന്ന് എഴുതി ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ സ്വദേശി മൂവ്മെൻറ്റ്. ഇത് ഗാന്ധിജിയുടെ എക്കണോമിക് ഐഡിയോളജീസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ഒരു പക്ഷേ 5 മാർക്കിന് സ്വദേശി മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ഇത്രയും ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് അത് തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഈ ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ്, പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്, യൂസ് ഓഫ് ഖാദി, അങ്ങനെയുള്ള ഈ ഭാഗങ്ങൾ ഒന്ന് ഇത്തിരി കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ടീച്ചേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് സോഷ്യലിസം. ആദ്യം തന്നെ സോഷ്യലിസം എന്താണെന്നുള്ളത് ചെറിയ പോയിൻ്റായിട്ട് എഴുതി കൊടുക്കുക. ശേഷം അതിൻ്റെ കോൺട്രിബ്യൂഷൻസ്: പ്രൊമോട്ടിംഗ് ഇക്കണോമിക് ഇക്വാലിറ്റി, റെഡ്യൂസിങ് പോവേർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി, ഇംപ്രൂവിംഗ് വർക്കിംഗ് കണ്ടീഷൻസ്, പ്രൊവൈഡിംഗ് സോഷ്യൽ സർവീസസ് ലൈക്ക് ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പോലെയുള്ള ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ട് സോഷ്യലിസം എയിംസ് ക്രിയേറ്റ് എ മോർ ഇക്വിറ്റബിൾ സൊസൈറ്റി ബൈ അഡ്രസ്സിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻജസ്റ്റിസസ് എന്ന് എഴുതി ക്ലോസ് ചെയ്യാം. അടുത്തത് ഇക്കണോമിക് ഐഡിയാസ് ഓഫ് കൗടില്യ. കൗടില്യയുടെ ഇക്കണോമിക് ഐഡിയാസ് 5 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള ഇത്രയും ഭാഗം മാത്രം എഴുതി വെച്ചാൽ തന്നെ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തറവായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് റോബർട്ട് മാൽത്തസ്. റോബർട്ട് മാൽത്തസിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തോമസ് റോബർട്ട് മാൽത്തസ് വാസ് ആൻ ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആൻഡ് ഡെമോഗ്രാഫർ. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് തിയറി ദാറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ടെൻഡ്സ് ടു ഔട്ട്സ്ട്രിപ്പ് ഫുഡ് സപ്ലൈ ലീഡിംഗ് ടു പോവേർട്ടി ആൻഡ് ഫാമിൻ. ഇങ്ങനെ എഴുതി അതിനൊരു ഓപ്പണിംഗ് കൊടുത്തതിന് ശേഷം കീ പോയിൻറ്റ്സ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് പോപ്പുലേഷൻ ഗ്രോസ് എക്സ്പോണൻഷ്യലി, ഫുഡ് സപ്ലൈ ഗ്രോസ് അരിത്തമെറ്റിക്കലി, ചെക്സ് ഓൺ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്ലൂഡ് വാർ, ഫാമിൻ ആൻഡ് ഡിസീസ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു 2 ലൈനിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം മാൽത്തസ് ഐഡിയാസ് ഇൻഫ്ലുവൻസ്ഡ് എക്കണോമിക് തോട്ട് പർട്ടിക്കുലർലി ഇൻ ദ ഏരിയാസ് ഓഫ് പോപ്പുലേഷൻ ഡൈനാമിക് ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന എൻഡ് ലൈന് കൊടുത്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ദാദാഭായ് നവറോജിയുടെ ഇക്കണോമിക് ഐഡിയാസിനെ കുറിച്ച് 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ച് അത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കീനേഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇത് 10 മാർക്കിന് വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ കീനേഷ്യൻ എക്കണോമിക്സിൻ്റെ ഈ ഭാഗം കൃത്യമായിട്ട് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ച് അത് എഴുതി കഴിഞ്ഞാൽ 5 മാർക്കിനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ 10 മാർക്കിനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതിയാവും.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫിസിയോക്രസി. ഫിസിയോക്രസി നമ്മൾ 5 മാർക്കിനും 2 മാർക്കിനും 10 മാർക്കിനും ഒക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഊന്നി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഫിസിയോക്രസി എന്ന് പറയുന്നത്. ഫിസിയോക്രസി ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഇത്രയും ഭാഗം തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഭാഗമാണ് ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് 10 മാർക്കിനും 5 മാർക്കിനും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഇത്രയും ഭാഗം തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 മാർക്കിനും 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ടോപ്പിക്കാണ് മെർക്കൻറ്റിലിസം. മെർക്കൻറ്റിലിസത്തിൻ്റെ ഡെഫിനിഷൻ മാത്രമായിട്ട് 2 മാർക്കിനും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് 5 മാർക്കിനും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ മെർക്കൻറ്റിലിസം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഭാഗം തന്നെ എംഫസൈസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പാസ് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും തറവായിട്ട് ഇത്രയും ഭാഗങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.